എല്ലാവർക്കും സുരുചിയിൽ സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സ്വീറ്റ് ആണ്, ക്യാരറ്റ് ഹൽവ. എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെട്ട ഒരു സ്വീറ്റ് ആണിത്. ഇതുണ്ടാക്കാനുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. 8 കപ്പ് ക്യാരറ്റ് ആണ് എടുത്തിരിക്കുന്നത്, ഗ്രേറ്റ് ചെയ്തത്. ഇത് ഏകദേശം 8-10 മീഡിയം സൈസിലുള്ള ക്യാരറ്റ് ഉണ്ട്. പിന്നെ 4 കപ്പ് പാല്, റിക്കോട്ട ചീസ്, ഇത് 1 പൗണ്ട് ഉണ്ട്, ഏകദേശം 1/2 കിലോ. ഇത് ഖോയ ഉണ്ടാക്കാനാണ്. പിന്നെ 2 കപ്പ് പഞ്ചസാര, 1 ടേബിൾ സ്പൂൺ നെയ്യ്, കുറച്ച് ഏലക്ക, കശുവണ്ടി ചെറുതായി മുറിച്ചത്, പിന്നെ പിസ്ത, ബദാം. ഈ ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ നമുക്ക് ഇഷ്ടമുള്ള പോലെ ഇടാം. പിന്നെ കുറച്ച് ഉണക്കമുന്തിരി. ആദ്യം നമുക്കൊരു പാൻ ചൂടാക്കാൻ വെക്കാം. കുറച്ച് വലിയ പാത്രം എടുക്കുന്നതായിരിക്കും നല്ലത്. ഇനി നമുക്ക് ഒരു 2 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് കശുവണ്ടിയും ഉണക്കമുന്തിരിയും കൂടെ നന്നായിട്ട് വറക്കാം. അത് കഴിഞ്ഞ് നമുക്ക് ഗ്രേറ്റ് ചെയ്ത് വെച്ച് ക്യാരറ്റും കൂടെ ചേർക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് പാലും കൂടെ ചേർത്ത് കൊടുക്കാം. ക്യാരറ്റ് എല്ലാം ഈ പാലിൽ നന്നായിട്ട് വെന്ത് വരണം. ആ സമയം കൊണ്ട് നമുക്ക് ഖോയ തയ്യാറാക്കാം. വേറൊരു പാൻ ചൂടാക്കാൻ വെക്കാം. എന്നിട്ട് റിക്കോട്ട ചീസ് ചേർത്ത് കൊടുക്കാം. ഇത് ഫ്രിഡ്ജിലിരുന്ന കാരണമാണ് കുറച്ച് കട്ടിയായിരിക്കുന്നുണ്ട്. ചൂടായി കഴിയുമ്പോൾ എല്ലാം മെൽറ്റ് ചെയ്ത് കുറച്ച് വെള്ളം പോലെ ആവും. നമുക്ക് മീഡിയം തീയിലിട്ടിട്ട് ഇളക്കിക്കൊണ്ടേയിരിക്കാം. അതേസമയം ക്യാരറ്റും നമ്മൾ ഒന്ന് ഇടയ്ക്ക് ഇളക്കി കൊടുക്കണം. പാലെല്ലാം തിളച്ച് ക്യാരറ്റ് ഏകദേശം വെന്ത് വരുന്നുണ്ട്. റിക്കോട്ട ചീസ് കുറച്ച് കട്ടിയായി തുടങ്ങി, വെള്ളമെല്ലാം വറ്റി കട്ടയാവാൻ തുടങ്ങി. ക്യാരറ്റ് എല്ലാം വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ആൽമണ്ട്സും പിന്നെ കുറച്ച് പഞ്ചസാരയും ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ചീസെല്ലാം നന്നായിട്ട് ഇപ്പോൾ കട്ടയായി. നമുക്ക് പൗഡർ ആവുന്നത് വരെ നന്നായിട്ട് അത് വറുക്കണം. നമ്മൾ ക്യാരറ്റിൽ പഞ്ചസാര ചേർത്ത് കൊടുത്തപ്പോൾ അതെല്ലാം ഉരുകി കുറച്ച് വെള്ളം പോലെ ആയതാണ്. അതെല്ലാം വറ്റി വരുന്നുണ്ട്. ഇപ്പം നമ്മുടെ ഖോയ ഏകദേശം റെഡി ആയിട്ടുണ്ട്. നല്ല പൗഡർ പോലെ നല്ല തരിതരിയായിട്ടുണ്ട്. വെള്ളമെല്ലാം വറ്റി. ഇനി നമുക്ക് തീ അണച്ചിട്ട് ഇതും കൂടെ ക്യാരറ്റിൽ ചേർത്ത് കൊടുക്കാം. ക്യാരറ്റിലുള്ള എല്ലാ വെള്ളവും ഓൾമോസ്റ്റ് വറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഖോയയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കണം. അഥവാ ചീസ് ഇല്ലെങ്കിൽ നമുക്ക് മിൽക്ക് പൗഡർ വേണമെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം ഖോയയ്ക്ക് പകരം. അഥവാ ഇത് രണ്ടും ഇല്ലെങ്കിൽ നമ്മൾ പാല് കുറച്ചും കൂടെ കൂടുതൽ ഇട്ടിട്ട് ഒരു 2 കപ്പ് എക്സ്ട്രാ പാലിട്ടിട്ട് നമ്മൾ നന്നായിട്ട് വറ്റിച്ചെടുക്കണം. ഇതിപ്പോൾ എല്ലാം നല്ല ഡ്രൈ ആയി വന്നിട്ടുണ്ട്. കുറച്ച് നെയ്യ് വേണമെങ്കിൽ നമുക്ക് ഫ്ലേവറിന് ചേർത്ത് കൊടുക്കാം. ഏലക്ക പൊടിച്ചതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കാം. നമ്മുടെ ഹൽവ റെഡി ആയിട്ടുണ്ട്. ഇത് ഫ്രിഡ്ജിൽ വെക്കുവാണെങ്കിൽ 2 ആഴ്ചയിൽ കൂടുതൽ കേടൊന്നും ആവാതെ ഇരിക്കും. നമ്മൾ നന്നായിട്ട് ഡ്രൈ ആയിട്ട് വറ്റിച്ചെടുത്തിട്ടുണ്ട്.
നമുക്ക് ചെറുതായി മുറിച്ച് വെച്ച പിസ്തയും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കിയിട്ട് തീ അണയ്ക്കാം. ഇത് ചൂടോടെ കഴിക്കാൻ വളരെ നല്ല രുചിയാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ശുഭദിനം ആശംസിക്കുന്നു. താങ്ക് യു.